ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെബ് ഡയറി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്ലെക്സ് ബോക്സ് ഉപയോഗിച്ച് ഒരു ഗാലറിയാണ് ക്രിയേറ്റ് ചെയ്തത്. അതിലുപയോഗിച്ച പല ടെക്നിക്സും കുറേയധികം പേർക്ക് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു ഗാലറിയിൽ ഒരു പോപ്പപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വെബ് ഡയറി ചാനലിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പല വീഡിയോയിലും പറയാനായിട്ട് മറന്നുപോയി. അപ്പം ഫ്രണ്ട് എൻഡിനെ പറ്റി കൂടുതൽ പഠിക്കുവാനും പരസ്പരം നോളജ് ഷെയർ ചെയ്യാനും അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മളിവിടെ ഫാൻസി ബോക്സ് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഉപയോഗിച്ചാണ് ഈ ഒരു ഗാലറി പോപ്പപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റം JS ഉപയോഗിച്ചൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ഫാൻസി ബോക്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഗാലറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു ഫയൽ കിട്ടും. അതിൽ നിങ്ങൾ ഡിസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ CSSഉം JSഉം ഫയലും ഉണ്ടാവും. ഇതിനകത്ത് നിങ്ങൾക്ക് മിനിഫൈഡ് വേർഷനുള്ള CSS ആണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മളിത് എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ലല്ലോ. അപ്പം ആ ഒരു സൈസ് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ അൺമിനിഫൈഡ് CSS ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 18 KB ആണ്. ഇനി നമ്മൾ മിനിഫൈഡ് CSS ആണെങ്കിൽ കണ്ടില്ല 13 KB ആണ്. അതുപോലെ തന്നെയാണ് ആ ഒരു JSൻ്റെ അൺമിനിഫൈഡ് 157 KBയും മിനിഫൈഡ് 67 KB ആണ്. അപ്പോൾ നമ്മൾ അൺമിനിഫൈഡ് ആയിട്ടുള്ള വേർഷൻ നിങ്ങളുടെ ഫയലിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു മെത്തേഡാണ്. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെ വരിക, നമുക്ക് CDN ലിങ്ക്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു പ്ലഗിനും നമ്മുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു jQuery ഫയൽ നമ്മൾ ആഡ് ചെയ്തിരിക്കണം. കാരണം ഈ jQuery ഫയലിൻ്റെ സഹായത്തോടു കൂടിയാണ് മിക്ക പ്ലഗിനും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ബോഡി ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ഫയൽ കൂടി ഉണ്ട്. നമ്മൾ മുമ്പേ ഡൗൺലോഡ് ചെയ്തപ്പം കിട്ടിയ ആ ഒരു min.js ഇല്ലേ, ആ ഒരു ഫയൽ കൂടി നമ്മൾ കോപ്പി ചെയ്യുക. അത് നമ്മൾ jQueryയുടെ താഴെ കൊണ്ടിടുക. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഒരു സ്റ്റൈൽ ഷീറ്റ് ഉണ്ട്. ആ സ്റ്റൈൽ ഷീറ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ CSSന് തൊട്ട് മുകളിലായിട്ട് കൊണ്ടിടുക. നമ്മുടെ CSS style.cs ആണ്. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പ്ലഗിൻ നമ്മൾ നമ്മുടെ പ്രോജക്റ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വന്ന് റിസൾട്ട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിന് കുറച്ച് മാർക്കപ്പ്, അതായത് HTML കൂടി നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതും ഇവിടെ അവർ സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ക്രിയേറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ആങ്കർ ടാഗിനകത്തേക്ക് നമ്മുടെ ആ ഒരു ഇമേജ് ടാഗിനെ കൊണ്ടുവരണം എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം ഈ ഡേറ്റ ആട്രിബ്യൂട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിവിടെ ഡേറ്റ ആട്രിബ്യൂട്ട് മാത്രം ഒന്ന് കോപ്പി ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ വന്നു LAയ്ക്കകത്ത് ഞാനൊരു ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ഡേറ്റ ആട്രിബ്യൂട്ട് കൊടുത്തു. അല്ലെ, അവരിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ Aയ്ക്കകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇമേജിനെ കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇമേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണ് നമ്മൾ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അതായത് ഇപ്പോൾ LAയ്ക്കകത്ത് ആങ്കർ ടാഗ് ഉണ്ട്, ആങ്കർ ടാഗിനകത്ത് ഇമേജ് ടാഗ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു ഡേറ്റ ആട്രിബ്യൂട്ടും അവർ പറഞ്ഞതുപോലെ കൊടുത്തു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗാലറിയിലെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ hrefനകത്ത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ ഒരു ഇമേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗാലറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇമേജ് സോഴ്സിനകത്ത് നിങ്ങൾ ചെറിയ തംബ്നെയിൽ കൊടുക്കുക. അതിനുശേഷം ഈ hrefനകത്ത് വലിയ തംബ്നെയിൽ കൊടുക്കുക. ഇപ്പോൾ സപ്പോസ് ഇവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് 1ഉം സ്മോൾ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇവിടെ ഇമേജ് 1 ബിഗ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ താരതമ്യേന വലിയൊരു ഇമേജാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ സെയിം ഇമേജാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഇമേജ് തന്നെ കോപ്പി ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്നു, ഞാനിത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു, സേവ് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ ഗാലറി ഒന്ന് നോക്കാം, എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ആ ഒരു ഇമേജ് നല്ല കിഡിലൻ ഒരു ആനിമേഷനോട് കൂടി തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മുകളിൽ എന്തുണ്ട്, ക്ലോസ് ബട്ടണൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യുമ്പോൾ തിരിച്ചു പോയി. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഇമേജസും നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഇമേജസ് എല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, കരളും പാടി കഥനം നിറയും ഗാനങ്ങൾ ആകാശമകലെ ആശയുമകലെ
ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ എല്ലയും ആ ഒരു ഫോർമാറ്റിൽ തന്നെ എല്ലാ ഇമേജസിനും ആ ഒരു ആങ്കർ ടാഗും ആ ഒരു ഡേറ്റ ആട്രിബ്യൂട്ടും കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഗാലറി ഇവിടെ പക്ക റെഡി ആയിട്ടുണ്ടായിരിക്കും. റിഫ്രഷ് ചെയ്തു. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം കണ്ടില്ലേ ആ ഒരു ഇമേജ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ കുറേ അധികം ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് ഇത് കണ്ടില്ല, ടോട്ടൽ 7 നമ്പർ ഉണ്ട്. ഇത് ഫസ്റ്റ് ഇമേജ് ആണ്. ഒന്നുകിൽ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് കാണുവാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു പ്ലേ ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ മുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇമേജസ് മാറിക്കൊണ്ടിരിക്കും, കണ്ടില്ലേ. അപ്പം ഈ ഒരു വെബ്സൈറ്റ് കാണുന്നവർക്ക് ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരൊറ്റ തവണ ക്ലിക്ക് ചെയ്തിട്ട് ആ പ്ലേ ബട്ടൺ കൊടുക്കുമ്പം ഇമേജസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, കണ്ടില്ല. അത് കൂടാതെ ഈ ഒരു ടൈൽ ഫോർമാറ്റിൽ നമുക്കിവിടെ ഇമേജസ് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ കുറേ അധികം നമുക്ക് ഓപ്ഷൻസ് ഇതിലുണ്ട്, കണ്ടില്ലേ. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും, കണ്ടില്ലേ. ഇനി നമ്മൾ എസ്കേപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് പോയിക്കോളും. ഇനി നമ്മൾ സെൻട്രലിൽ നിന്നാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ സെൻട്രലിൽ നിന്ന് മുന്നേക്ക് വരുന്നു. എസ്കേപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, കണ്ടില്ലേ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലഗിനാണിത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലഗിൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ അധികം ഓപ്ഷൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് പല വിഡ്ത്തിലുള്ള ഗാലറിക്ക് നമുക്ക് ഈ ഒരു പ്ലഗിൻ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആ ഒരു സെയിം പ്ലഗിൻ ഉപയോഗിച്ച് തന്നെ നമുക്കിപ്പം ഒരു വീഡിയോ ഫോർമാറ്റിലുള്ള എന്തെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഫോർമാറ്റിലുള്ള പോപ്പപ്പ് കാണിക്കാം, വിമിയോ ഫോർമാറ്റ് കാണിക്കാം, പിന്നീട് HTML5 വീഡിയോ നമുക്ക് കാണിക്കാം, പിന്നീട് യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കണ്ടല്ലേ, നമുക്കൊരു ഇങ്ങനെയുള്ള പോപ്പപ്പൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മോഡൽ വിൻഡോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഗൂഗിൾ മാപ്പ് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഐഫ്രെയിംസ് കാണിക്കാനായിട്ട് സാധിക്കും. പിന്നീട് പിന്നെ ഒരുപാട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് മോഫിംഗ് മോഡൽ, ഇത് നല്ല കിഡിലിനാണ്, ഇതുണ്ടല്ലോ ഒരു ആനിമേഷനോട് കൂടി വരുന്നുണ്ടോ. ഇതുപോലെ നിങ്ങളൊരു പ്രോജക്റ്റിനകത്ത് ഒരൊറ്റ പ്ലഗിൻ വെച്ചിട്ട് കുറേ അധികം യൂസർ ഇൻട്രാക്ഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫാൻസി ബോക്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ വെബ് ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.